ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതായത് അവരുടെ റൈറ്റിംഗ് സ്കില്ല്, റീഡിങ് സ്കില്ല് അതൊക്കെ നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ റീസണിങ് സ്കില്ല് കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അവർ നന്നായിട്ട് തിങ്ക് ചെയ്യും, അവരുടെ ബ്രെയിനൊക്കെ ഒന്ന് ബൂസ്റ്റ് ആവും. അതുപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, റീസണിങ് ടെസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകളാണ് ഇന്നത്തെ നമ്മളുടെ സമയത്തുള്ള എക്സാംസിലൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ ഈ ഒരു റീസണിങ് സ്കില്ല്, അവരുടെ ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി, ഞാനിവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇതിൽ 4 കോളംസ് ആയിട്ടാണ്. ഇതിൽ 4 കോളത്തിലും ഡിഫറെൻറ്റ് കളേഴ്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സെയിം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ മിസ് ഔട്ട് ആയിട്ടുള്ള കളർ ഏതാണോ അത് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിൽ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ സെയിം പാറ്റേൺ വരയ്ക്കരുത്. ഈ ഗ്രീൻ ഇവിടെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഈ ബ്ലൂ ഇവിടെയാണ്. അപ്പോൾ അവർക്കൊന്ന് കൺഫ്യൂഷൻ ആവും. ആൻഡ് വിച്ച് കളർ ഈസ് മിസ്സിങ് അവർ നന്നായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ ഇവിടെ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അവർ നന്നായിട്ടൊന്ന് ആലോചിക്കും, കുറേ ഒന്ന് തിങ്ക് ചെയ്യും. ഓക്കെ, ചെറിയ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവരുടെ ഒരുപാട് സമയം ഇതിലൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ സെയിം. ഓക്കെ, ഇവിടെ മിസ് ഔട്ട് ആയിട്ടുള്ള കളർ ഏതാണ്? അതിവിടെ ഗ്രീനാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം, കളർ ചെയ്യണം. സെയിം ഈ 4 ബോക്സും ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മറക്കരുത്, കുട്ടികൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്താൽ അവർക്ക് നല്ലൊരു സ്റ്റാറും വെരി ഗുഡൊക്കെ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ഇവിടെ കളറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇവിടെ 5, 8, 7, 6, 4, 9 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ 5 നമുക്കിവിടെ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് 5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആ 5 കിട്ടണ സർക്കിള് നമ്മൾ ഈ ബ്ലൂ കളർ കൊണ്ട് കളർ ചെയ്യണം. അതാണ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ 5 കിട്ടണമെങ്കിൽ 3 + 2 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലൂ കൊണ്ട് കളർ ചെയ്യണം. കുട്ടികളോട് ഇങ്ങനെ കളർ ചെയ്യാൻ പറയാം. 8 കിട്ടണമെങ്കിൽ ഏത് തമ്മിൽ ആഡ് ചെയ്യേണ്ടത്? ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ ഫിംഗേഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ എഴുതിയിട്ടൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറയാം. എന്നിട്ട് അതിൽ ഏത് കളറാണോ ഗ്രീൻ, അപ്പോൾ ഗ്രീൻ കൊടുക്കാനായിട്ട് പറയാം. ഓക്കെ, ഇതൊരു നല്ലൊരു ഫൺ ആക്ടിവിറ്റിയാണ്. ഒപ്പം തന്നെ അവരുടെ ലോജിക്കൽ തിങ്കിങ്, അതുപോലെ അവരുടെ അഡിഷൻ, കളറിങ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു ആക്ടിവിറ്റിയാണ്. കുട്ടികൾക്ക് നിങ്ങളിത് എന്തായാലും ചെയ്യണം. പിന്നെ അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെയൊക്കെ എളുപ്പത്തിൽ കുട്ടികൾക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഇതുപോലത്തെ ടിപ്സൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ ABCD നമ്മൾ നേരത്തെ കളർ ചെയ്തില്ലേ അതേപോലെ തന്നെയാണ്, പക്ഷെ നമ്മളിവിടെ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഇതിൽ ഒരു ലെറ്റർ മിസ് ഔട്ട് ആയിട്ടുണ്ട്, അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, ഇവിടെ A, C ഉണ്ട്, B ഉണ്ട്. സോ മിസ്സിങ് ലെറ്റർ ഈസ് D. ഓക്കെ, അപ്പോൾ ഇവിടെ D എഴുതാനായിട്ട് പറയണം. ഇവിടെ CAD ഉണ്ട്, അപ്പോൾ മിസ്സിങ് ലെറ്റർ ഈസ് B. ഓക്കെ, അപ്പോൾ ഈ ഒരു തരത്തിൽ കൊടുത്തിട്ട് നമ്മൾ ആ കളർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, കാരണം ഇത് കുറച്ചുകൂടി സിമ്പിളാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ആക്ടിവിറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഉള്ള ആക്ടിവിറ്റി ഇങ്ങനെയാണ്. അതായത് ABCD ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, ഇവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് സ്മോൾ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. സോ നമ്മളുടെ കുട്ടികളെ കൊണ്ട് പറയുക, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും തമ്മിൽ മാച്ച് ചെയ്യിക്കണം. അതായത് ഇവിടെ കുറച്ച് വഴികൾ എഴുതിയിട്ടുണ്ട്, കണ്ടോ. ഇതിൽ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ കൂടെ തന്നെ പോയിട്ട് നമ്മൾ ഈ സ്മോൾ ലെറ്ററിൽ എത്തിക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ കുട്ടി ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയണം, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. വേറെ ലൈൻസിലോട്ട് പോകരുത്. വേറെ ലൈൻസിലോട്ട് പോയാൽ വേറെ ലെറ്റേഴ്സിൽ എത്തുള്ളൂ, എയിലേക്ക് എത്തില്ല. അപ്പോൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇതിലൂടെ കുട്ടികളുടെ നന്നായിട്ട് ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ ഒരുപാട് അവർ ആലോചിക്കും, ഒരുപാട് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് A എന്ന് മാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ A ഇങ്ങനെ, അപ്പോൾ നമ്മളിത് വരച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് കേഴ്സൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. സിമ്പിൾ ആക്ടിവിറ്റിയാണ് ഇത്, നമ്മൾക്ക് കൊടുക്കാനും എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വരച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ എല്ലാം മാച്ച് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ചെയ്താലൊരു സ്റ്റാറൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം.
ഈ ഒരു ആക്ടിവിറ്റിയിൽ ഞാൻ കുറച്ച് സ്മൈലീസിൻ്റെ ഫേസാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, കണ്ടില്ലേ, സ്മൈലി ഫേസ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ സ്മൈലി ഫേസ് ഉണ്ട്, സെയിം കളേഴ്സും ഉണ്ട്. പക്ഷെ സെയിം കളേഴ്സ് അല്ല ഇവിടെ മാച്ച് ചെയ്യേണ്ടത്, സെയിം ഫേസ് ആണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെയിം കളേഴ്സിൽ സെയിം ഫേസ് വരച്ചു കൊടുത്തെന്ന് വെച്ചാൽ അവർക്ക് സിമ്പിളായിരിക്കും, കാരണം കളേഴ്സ് തമ്മിൽ മാച്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ പറയണം സ്മൈലി ഫേസ് സെയിം ആയിട്ടുള്ള സ്മൈലി ഫേസ് ആണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്, കളേഴ്സ് അല്ല എന്ന് ഒപ്പം തന്നെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവർ ഒരുപാട് നോക്കും. സ്മൈലി ഫേസ് ആയതുകൊണ്ട് നന്നായിട്ട് നോക്കണം, കണ്ണ്, മൂക്ക്, അങ്ങനെ നന്നായിട്ട് അവരുടെ ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ നന്നാവും. അതുപോലെ അവരുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യും, ലോജിക്കായിട്ട് അവർ നന്നായിട്ട് തിങ്ക് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഉള്ളത് യെസ് ആൻഡ് ദിസ് വൺ. ഓക്കെ, ആൻഡ് സെയിം. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഇതേപോലെ മാച്ച് ചെയ്യാനായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ 5 ആക്ടിവിറ്റീസാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്തത്. ലോജിക്കൽ തിങ്കിങ്, അതുപോലെ ബ്രെയിൻ ബൂസ്റ്റിംഗ്, അങ്ങനത്തെ തരത്തിലുള്ള ആക്ടിവിറ്റീസാണിത്. നിങ്ങൾ കുട്ടികൾക്ക് എന്തായാലും ചെയ്തു കൊടുക്കണം, അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ അവർ നന്നായി എൻജോയ് ചെയ്ത് ചെയ്യും. ഇതുപോലത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ കുട്ടികളുടെ ബ്രെയിൻ എൻഹാൻസ് ചെയ്യാനും തിങ്ക് ചെയ്യാനും അവരുടെ ആ ഒരു എബിലിറ്റി, റീസണിങ് സ്കില്ല് നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും എല്ലാത്തിനും കൂടി ഉപകരിക്കുന്ന ആക്ടിവിറ്റീസാണ്. നമ്മൾ മറ്റുള്ള സ്കിൽസ് വളർത്തുന്നതിലൂടെ ഇതുകൂടി ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പാരൻസ് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ, എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്